കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ഡെൻസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ഡെൻസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡെൻസിഫിക്കേഷൻ്റെ ഫോർമാറ്റ് നമ്മൾ എഴുതി. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡെൻസിഫിക്കേഷൻ്റെ ഇക്വേഷനും കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ നോട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കുറേ ഇക്വേഷൻസ് മാറി മാറി വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പ്രോബ്ലങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ മോഡലിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ പ്രോബ്ലങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് കുറച്ച് ഹോംവർക്കുകൾ അസൈൻമെൻറ്റുകൾ തരുന്നുണ്ട്. ആ അസൈൻമെൻറ്റായിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, തന്നെ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസേഴ്സ് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇനി അതല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാറിൻ്റെ മൊബൈലിലേക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. ഏതെങ്കിലും പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ഓക്കെ, ശരി. നമ്മൾ ഇന്നത്തെ രാവിലത്തെ പത്രമൊക്കെ വായിച്ചു. കോവിഡിൻ്റെ കേസുകളൊക്കെ നമ്മുടെ നാട്ടിലും ഓയൂരിലും ആയൂരിലും ഒക്കെ കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് സുരക്ഷിതരായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ വീട്ടിലിരിക്കുന്ന സമയത്ത് അതോടൊപ്പം പഠനവും മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആവശ്യമില്ലാതെ നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നമുക്ക് ഈ കോവിഡ് കാലം നമുക്കും ഇത് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോകണം. നിങ്ങളുടെ സ്കൂളിലേക്ക് വരെയൊക്കെ കുറച്ചും കൂടെ കുറേ നാളുകൾ കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നെ സ്വന്തമായിട്ട് സെൽഫ് ലേണിംഗ് ആയിട്ട് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാനുള്ള കുറേയധികം കാര്യങ്ങൾ നെറ്റിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കും. ഓക്കെ, ശരി. ഇങ്ങനത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെൻസിഫിക്കേഷനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് the electrode potential. Calculate the electrode potential. വായിക്കുന്നതിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ എഴുതിയെടുത്താൽ ആ ക്വസ്റ്റ്യൻ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്തു പോകും. കാൽക്കുലേറ്റ് the electrode potential of a copper wire. Copper wire dipped in 0.1 molar copper sulfate solution. Okay, at 25 degrees Celsius bracket standard reduction potential of copper is equal to plus 0.34. ഇതാണ് നമ്മുടെ ചോദ്യം. കാൽക്കുലേറ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ മനസ്സിലായി ഡെൻസിഫിക്കേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഡെൻസിഫിക്കേഷൻ സെല്ലിന് എഴുതുമ്പോൾ നമ്മൾ ഇ സെൽ ഈസ് ഈക്വൽ ടു അങ്ങനെ എഴുതണമെന്ന്, ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ അങ്ങനെ എഴുതണമെന്ന്. അതിന് മുമ്പേ നമ്മൾ ഇലക്ട്രോഡിൻ്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചായിരുന്നു. ആ സിംഗിൾ ഇലക്ട്രോഡിൻ്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇ എങ്ങനെ എഴുതി? Mn+/m ഈസ് ഈക്വൽ ടു E0 Mn+/m ഇങ്ങനെ എഴുതിയത് ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ എഴുതാം. അപ്പോൾ ചിലപ്പോൾ ഓർമ്മ വരും. Mn+/m ഈസ് ഈക്വൽ ടു E0 Mn+/m minus 0.0591 by n log 1 by molar concentration of Mn+. ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച ഡെൻസിഫിക്കേഷൻ. ഈ ഡെൻസിഫിക്കേഷൻ്റെ പ്രത്യേകത ഇതൊരു സിംഗിൾ ഇലക്ട്രോഡിനെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ്. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ കാര്യം പറയുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സെല്ലിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ഡയലോഗ് അങ്ങ് മാറും. ഈ ഡയലോഗിൻ്റെ സ്ഥലത്ത് സെല്ല് വരും. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 by n log molar concentration of product by molar concentration of reactant. അങ്ങനെ
എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്, സെൽ പൊട്ടൻഷ്യൽ എന്നല്ല, കാൽക്കുലേറ്റ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ്. അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ സംസാരിക്കുന്ന ഇലക്ട്രോഡ് ആരാണ്? കോപ്പറാണ്. അപ്പോൾ ആ കോപ്പറിന്റെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ആളുടെ പേരും കൂടെ എഴുതാൻ പോവാണ്. ഈ Cu2+/Cu ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് ഇങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈക്വേഷൻ ഫുള്ളൊന്ന് എഴുതാം. പറഞ്ഞെങ്ങനെ എഴുതുന്നത്? ഈ Cu2+/Cu ഈസ് ഈക്വൽ ടു E0 Cu2+/Cu മൈനസ് 0.059 log 1 by molar concentration of Cu2+. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, ആ ജനറൽ ഇക്വേഷനെ കോപ്പറിന്റെ കേസിൽ എങ്ങനെയാണ് മാറ്റി എഴുതിയത് എല്ലാവരും ശ്രദ്ധിച്ചോ. ജനറൽ ഇക്വേഷനെ കോപ്പറിന്റെ കേസിൽ വന്നപ്പോൾ ഇങ്ങനെ ഓരോ എലമെന്റ് വരുമ്പോഴും സിങ്ക് ആണെങ്കിൽ സിങ്കിന്റെ പേര് Z വരും, മഗ്നീഷ്യം ആണെങ്കിൽ Mg2+ വരും. അപ്പോൾ ഏത് എലമെന്റ് ആണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ എലമെന്റ് അനുസരിച്ച് ഇക്വേഷൻ മാറ്റി എഴുതും. ഇനി ഈ വാല്യൂസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ പുള്ളിയുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ. ഈ സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റി എഴുതി E0 Cu2+/Cu is equal to +0.34. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ n എന്നിന്റെ സ്ഥലത്ത് 2 എഴുതി. സംശയമുള്ള എല്ലാ സ്ഥലത്തും n2. അപ്പോൾ n is equal to 2. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cu2+, അത് കണ്ടുപിടിക്കണം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ is equal to, ഇവിടെ നോക്കിയാൽ കോപ്പർ സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ എത്ര? 0.1 മോളാർ. എല്ലാവർക്കും അറിയാം CuSO4 എങ്ങനെയാണ് മുറിക്കുന്നത്? CuSO4 ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Cu2+ കിട്ടും, SO4 2- കിട്ടും. 1 മോളാർ ഉണ്ടെങ്കിൽ 1 മോളാർ കിട്ടും. നമ്മുടെ 0.1 മോളാർ. അപ്പോൾ ഇതിന്റെ കോൺസെൻട്രേഷൻ 0.1 മോളാർ. 0.1 ആണല്ലോ, 0.1 മോളാർ. ഈ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ Cu2+/Cu is equal to E0 Cu2+/Cu പകരം അവിടെ കൊടുത്തേക്കുന്ന 0.34, കറക്റ്റ് പറഞ്ഞാൽ +0.34, പ്ലസ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, മൈനസ് 0.059 by n2 ആണ്, then log 1 by 0.1. അപ്പോൾ ഈ പീസ് മാത്രം നമുക്ക് അല്ലാതെ ചെയ്യാം. log 1 by 0.1 എന്ന് പറഞ്ഞാൽ log 10 ആണ്. 1 by 0.1 10 ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. log 10 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. log 10 is equal to 1. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. log 10 is equal to 1. അപ്പോൾ ഇത് വാല്യൂ 1 ആയിരിക്കും. ആ ഇക്വേഷൻ 0.34 മൈനസ് 0.059 by 2 into 1. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ 0.31 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ Cu2+/Cu is equal to +0.31 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായി? ഒരു സിംഗിൾ ഇലക്ട്രോണിന്റെ ഡെൻസിഫിക്കേഷന്റെ പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഹോംവർക്ക് ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു സെല്ലിന്റെ ഡെൻസിഫിക്കേഷന്റെ പ്രോബ്ലം. അപ്പോൾ അതിന് മുമ്പ് ഇത്രയും നോക്കി. കാൽക്കുലേറ്റ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആരുടെ? കോപ്പർ വയറിന്റെ, കോപ്പർ ഇലക്ട്രോഡിന്റെ. എവിടെ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്? 0.1 മോളാർ CuSO4 സൊല്യൂഷനിലാണ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ 0.1 മോളാർ എന്ന് പറയുമ്പോൾ അതിന് കോൺസെൻട്രേഷൻ കിട്ടി. പിന്നെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇതിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ എന്നിന്റെ വാല്യൂ നമുക്ക് ഇതിന്റെ ലുക്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം, ഓരോ വാല്യൂ അതാതിന്റെ സ്ഥലത്തെടുത്ത് കൊടുത്താൽ ഫൈനൽ ആൻസർ ഇതുപോലെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായി? ഡൗട്ടൊന്നുമില്ല? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസേഴ്സ് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക.
നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്ന് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, question number 2 ആണ്. Represent the cell. Represent the cell. Represent the cell in which the following reaction takes place. The following reaction takes place. Following reaction takes place. Reaction എന്നാൽ പോവാണ്. Magnesium, okay, plus 2 Ag plus. 2 Ag plus ന്റെ concentration 0.0001 molar. 0.730 ഉണ്ട്. 0.730 പിന്നെ 1 gives Mg2 plus and the concentration 0.130 0.13 plus 2 Ag. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, സൈസ് കുറവാണെങ്കിൽ ഞാൻ വായിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേപ്പറിലേക്ക് എഴുതാം. Mg, മഗ്നീഷ്യം Mg പ്ലസ് 2 Ag പ്ലസ് അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് 0.0001. അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 10⁻⁻⁴ മോളാർ എന്ന് എഴുതിയാൽ അത് നിങ്ങളുടെ സൗകര്യം. ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പകരം 10⁻⁻⁴ മോളാർ എന്ന് എഴുതാം. ഓക്കെ, റൈറ്റ് സൈഡിൽ Mg2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ 0.13 പ്ലസ് 2 Ag. അപ്പം ക്വസ്റ്റ്യൻ തീർന്നില്ല. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാൻ പോകും. കാൽക്കുലേറ്റ് ദ സെൽ പൊട്ടൻഷ്യൽ. Calculate the cell potential. Okay, given that question ചെയ്യാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് given that E0 Ag plus bar Ag is equal to plus 0.80 comma E0 Mg2 plus bar Mg is equal to minus 2.37 minus 2.37. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന ആൾക്കാർ ഇതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് റെപ്രസെന്റ്, സെല്ലിനെ റെപ്രസെന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് എങ്ങനെയാണ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്തത്. സെക്കൻഡ് പാർട്ടാണ് കാൽക്കുലേറ്റ് സെൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് പാർട്ട് ചെയ്തങ്ങ് മാറ്റാം. ഫസ്റ്റ് പാർട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ നോക്കിയിട്ട് അത് ഇറേസ് ചെയ്യാം. ബോഡിൽ സ്പേസ് കുറവായിട്ട് അത് ഇറേസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകും. എങ്ങനെയാണ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ഈക്വേഷൻ ഒന്നുകൂടെ ഇവിടെ എടുത്തെഴുതി സെൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. മഗ്നീഷ്യം പ്ലസ് 2 Ag പ്ലസ് gives Mg2 plus 2 Ag. മഗ്നീഷ്യം സോൾഡ് ആണ്. Ag plus aqueous ആണ്, സോൾഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ നന്നായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് ഈസി ആയിട്ട് മുറിക്കണം. മുറിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മുറിച്ചില്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. തൽക്കാലം എല്ലാ കുട്ടികൾക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിനെ രണ്ടായിട്ട് മുറിക്കുന്നു. ഞാൻ ഈ മഗ്നീഷ്യം മാത്രം ഇങ്ങനെ എടുക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാവും? Mg gives Mg2 plus ഇലക്ട്രോൺ ഒന്നും എഴുതണ്ട, തൽക്കാലം അത്രയും മതി. ഇനി അടുത്ത ഈ 2 Ag പ്ലസും 2 Ag മാത്രം എടുക്കുന്നു. 2 Ag plus gives 2 Ag
ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരേ സംഖ്യ വന്നാൽ അത് എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമുക്ക് സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് വേണ്ട. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്, ഞാൻ ഇത് രണ്ടും ഒഴിവാക്കും. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ഇക്വേഷനെ രണ്ട് സിമ്പിൾ പീസായിട്ട് മുറിച്ചു. കണ്ടോ, രണ്ട് സിമ്പിൾ പീസായിട്ട് മുറിച്ചു. ഇനി സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ ഒരു പാടുമില്ല. ആദ്യത്തെ പീസ് മഗ്നീഷ്യം ഈ ആരോ മാർക്ക് മാറ്റി സ്ലാഷ് ആക്കാം. ആരോ മാർക്ക് മാറ്റി സ്ലാഷ് ആക്കാം. ഇങ്ങോട്ട് എഴുതാം Mg സോളിഡ് സ്ലാഷ് Mg2+. ആ Mg2+ന്റെ കോൺസെൻട്രേഷൻ ആ ഇക്വേഷൻ നോക്കി പറയാം. 0.13 മോൾ. കണ്ടോ, ഫസ്റ്റ് ഇക്വേഷൻ കഴിഞ്ഞു. ഡബിൾ സ്ലാഷ് എന്തിനായിരുന്നു? സോൾട്ട് ബ്രിഡ്ജിനെ സൂചിപ്പിക്കാനായിരുന്നു. ഒന്ന് പഠിച്ചത്. ഓക്കെ, അടുത്ത പാർട്ട് Ag പ്ലസ് അതിന്റെ കോൺസെൻട്രേഷൻ 0.0001 മോൾ സ്ലാഷ് Ag. ഇതാണ് ഫസ്റ്റ് ആൻസർ. റെപ്രസെന്റ് ദ സെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ. Mg സ്ലാഷ് Mg2+ ഡബിൾ സ്ലാഷ് Ag പ്ലസ് സ്ലാഷ് Ag. അങ്ങനെ സെൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്ത് തന്നിരിക്കുന്ന ആ ഇക്വേഷനെ, മെയിൻ ഇക്വേഷനെ നമ്മൾ എത്ര പീസായിട്ട് മുറിച്ചു? രണ്ട് പീസായിട്ട് മുറിച്ചു. അതിൽ ഓക്സിഡേഷൻ നടക്കുന്ന പീസ്, ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്ന പീസിനെ ആദ്യം എഴുതി ഡബിൾ സ്ലാഷ് ഇട്ടു. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതാണ് രണ്ടാമത്. ഇത് ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം സെൽ റെപ്രസെന്റേഷൻ കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെൻസ്റ്റ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുക. കാൽക്കുലേറ്റ് ദി സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/10 log molar concentration of product. അങ്ങനെ എഴുതുന്ന PDT ആയിരുന്നു. പ്രോഡക്റ്റ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഇതാണ് നെൻസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതിലുള്ള എല്ലാ ആൾക്കാരെയും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ നോക്കിയപ്പോൾ മനസ്സിലായി. ഈ E0 സെല്ല് ഉണ്ടോ എന്ന് നോക്കണം. E0 സെല്ല് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കണം. E0 സെല്ലാണ് ചോദിച്ചത്, അല്ലാതെ E0 Ag പ്ലസ് ബാർ Ag അല്ല ചോദിച്ചത്. ഇവർ രണ്ടും കൂടെ ചേരുമ്പോൾ ഉള്ള E0 സെല്ലാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നേരത്തെ പഠിച്ച ഇക്വേഷൻ ഒക്കെ ഓർമ്മ വേണം. E0 സെല്ല് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓർമ്മയുണ്ടോ? കാഥോഡിന്റെ പൊട്ടൻഷ്യൽ നിന്ന് ആനോഡിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ കുറച്ചാൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കിട്ടും. ഓർമ്മയില്ല? ഓർമ്മയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോൾ വീണ്ടും ബാക്കിലോട്ട് പോയി പഠിപ്പിക്കാൻ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ ഇതിന് വലിയ സംഖ്യ, ഇതിലെ വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും കാഥോഡിന്റെ പൊട്ടൻഷ്യൽ. അവരായിരിക്കും കാഥോഡ്. ചെറിയ സംഖ്യ ആയിരിക്കും ആനോഡ്. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇത് -2.3, ഇത് +0.8. അപ്പൊ കാഥോഡ് വലിയ സംഖ്യ ആരായിരിക്കും? വലിയ സംഖ്യ Ag പ്ലസ് ആയിരിക്കും. ഇക്വേഷൻ കൊണ്ട് അപ്ലൈ ആണ്. E0 Ag പ്ലസ് ബാർ Ag മൈനസ് E0 Mg2 പ്ലസ് ബാർ Mg. വാല്യൂ എടുക്കാൻ പോകും. 0.80 മൈനസ് 2.30. മൈനസ് മൈനസ് പ്ലസ് ആവും. 0.80 പ്ലസ് 2.37. ആൻസർ 3.17 വോൾട്ട് എന്നാണ് കിട്ടിയത്. E0 സെല്ലിലാണ് കിട്ടിയ 3.17 വോൾട്ട് കിട്ടും. അപ്പൊ E0 സെല്ല് ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ശരി, ഇനി വേണ്ടുന്നത് N ആണ്. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാലോ. Mg എന്തായിട്ടാ മാറി? Mg2+ ആയിട്ടാ മാറി. അപ്പൊ എത്ര ഇലക്ട്രോണെ കളഞ്ഞു? 2. സംശയം നമുക്ക് തിരിച്ചു നോക്കാം. ഈ 2 ഞാൻ തൽക്കാലത്തേക്ക് ഇറേസ് ചെയ്യാം. തൽക്കാലത്തേക്ക് ഇറേസ് ചെയ്തു. Ag പ്ലസ് എന്ന് പറയുന്ന എന്തായിട്ട് മാറി? Ag ആയിട്ട് മാറും. ഈ Ag പ്ലസ് Ag ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ മേടിക്കണം എന്നാണ്. ഒരു ഇലക്ട്രോണിനെ മേടിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു Ag അല്ല, 2 Ag പ്ലസ് 2 Ag ആയിട്ട് മാറും. അപ്പൊ എത്ര ഇലക്ട്രോണിനെ മേടിച്ചു? 2. ഒന്നുകൂടെ പറഞ്ഞാൽ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്തപ്പോൾ Ag പ്ലസ് 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? Ag. അപ്പൊ ഈ റിയാക്ഷനിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര? 2. അതൊക്കെ നമുക്ക് ഈസിയാണ്. അപ്പൊ N = 2. ഓക്കെ, സംഭവിച്ചു. ഇനി ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ് ആണ്. അത് നമുക്ക് എഴുതാം.
പ്രോഡക്റ്റ് റിയാക്ടറിനൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ 3.17 മൈനസ് 0.0591/2 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിന്റെ മോളാർ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ Mg2+ പ്രോഡക്റ്റ് ആണ്, 2Ag പ്രോഡക്റ്റ് ആണ്. രണ്ടും എഴുതണം. ഒരെണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ, എന്നാലും നമ്മൾ രണ്ടും എഴുതാൻ പോകാം. Mg2+ ഇൻറ്റു 2Ag എന്ന് പറയുമ്പോൾ Ag ഹോൾ സ്ക്വയർ എഴുതാം. അങ്ങനെ നമ്മൾ പഠിച്ച് കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന സംഖ്യ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിന്റെ മുകളിൽ പവർ ആയിട്ട്. ഓക്കെ, അടിയിലൊക്കെ വരും റിയാക്ടന്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mg ഇൻറ്റു molar concentration of Ag plus the whole square. Okay, വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3.17 മൈനസ് 0.0591/2 ലോഗ്. ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു ചാർജ് ഇല്ലാത്ത ആൾക്കാരുടെ മോളാർ കോൺസെൻട്രേഷൻ 1 ആയി. അപ്പോൾ ഈ രണ്ട് ടൈം 1 ആയി, ബാക്കി ഈ രണ്ട് ടൈമേ ഉള്ളൂ. ആ രണ്ട് ടൈം വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതിയേക്കാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag plus the whole square. കണ്ടോ? ഇനി ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 3.17 മൈനസ് 0.0591/2 ലോഗ് മഗ്നീഷ്യം 2+ന്റെ Mg2+ന്റെ വാല്യൂ 0.13 ആണ്. അപ്പോൾ ലോഗ് 0.13 ഡിവൈഡ് ബൈ Ag+ന്റെ വാല്യൂ ഇതാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ വാല്യൂ അതുപോലെ ഇല്ല, 0.0001 ദി ഹോൾ റൈസ് ടു 2 ആണ്. കണ്ടോ? ഇത്രയും മനസ്സിലായി നോക്കി. ഹോൾ റൈസ് ടു 2 എന്നാണ് അതിന്റെ റീഡിങ്. ഓൾറെഡി നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. സയന്റിഫിക് കാൽക്കുലേറ്റർ, അതായത് 0.13 0.0001 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സംഖ്യ കിട്ടും. ഞാനിപ്പോൾ ഒന്നും എഴുതുന്നില്ല. ആ സംഖ്യ ആ നമ്പറിന്റെ എന്ത് കാണും? ലോഗരിതം കാണും. അപ്പോൾ വേറൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ ഈ സംഖ്യ കൊണ്ട് ഗുണിച്ച് ഇതൊന്ന് ഡിവൈഡ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ഫൈനൽ ആൻസറിനെ ഈ ആദ്യം കിടക്കുന്ന സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യും. ഞാൻ തൽക്കാലത്തേക്ക് ആൻസർ മാത്രം ചെയ്യാം. കാൽക്കുലേറ്ററിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ ലാസ്റ്റ് ആൻസർ മാത്രം എഴുതാം. ഇതിൻ്റെ ഇത്രയും പ്രൊസീജിയർ, ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 3.17 മൈനസ് 0.21. 3.17 മൈനസ് 0.21. ആൻസർ, ഫൈനൽ ആൻസർ 2.96 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ എന്തോ കിട്ടി? ഇ സെൽ ഈസ് ഈക്വൽ ടു സെൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 2.96 വോൾട്ട് എന്ന് കിട്ടും. ഇത് കാണാനുള്ള കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ആദ്യം കാൽക്കുലേറ്ററിൽ 0.001 സ്ക്വയർ എടുക്കും. അവർ കാണുന്നില്ല. 0.001 സ്ക്വയർ വരുമ്പോൾ 0.701 വരും, ഇരട്ടിയാവും. ആ സംഖ്യയെ ഈ 0.13 എന്ന് പറയുന്ന നമ്പറിനെ ഇതിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ആ ആൻസറിന്റെ ലോഗരിതം കണ്ടുപിടിക്കും. ആ ആൻസർ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ലോഗ് ആൻസർ ഈക്വൽ ടു അടിച്ചാൽ ആൻസർ വരും. ആ ആൻസറിനെ ഈ സംഖ്യ കൊണ്ട് ഗുണിച്ച് അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ബോക്സ് കിടക്കുന്ന പീസിന് പകരം നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഈ റീഡിംഗ് വരും. 0.21 എന്ന റീഡിംഗ് വരും. അപ്പോൾ അത് 3.17 എന്ന റീഡിംഗ് ചെയ്ത് അത് കുറച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ സെൽ പൊട്ടൻഷ്യൽ കിട്ടില്ല കിട്ടും. അപ്പോൾ ഇത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ട് പറയുന്നത്. ചില ആൾക്കാർ ചോദിക്കുന്ന സാധനം കുറച്ചും കൂടി സ്പീഡിൽ എടുക്കാം, കാര്യം ഇത് കുറേ കൂടി മനസ്സിലാകുന്ന രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല, കുറേ കുട്ടികൾ ഇത് കാണുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? റെപ്രസെന്റ് സെൽ റെപ്രസെന്റ് ചെയ്യാനും അതിനുശേഷം ആ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനും. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കുക. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇക്വേഷൻസ് എഴുതി വെച്ചു. എഴുതിയപ്പോൾ മനസ്സിലായി അതിനകത്ത് E0 സെല്ലില്ല. അപ്പോൾ E0 സെൽ എങ്ങനെ കണ്ടുപിടിച്ചു? E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പോൾ സംശയം, സാറേ കാഥോഡ് ആരാ ആനോഡ് ആരാ, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കും? തന്നിരിക്കുന്ന സംഖ്യകളിൽ, തന്നിരിക്കുന്ന റീഡിങ്സിൽ വലിയ റീഡിങ്, വലിയ വോൾട്ടേജ് ആരുടെയാണോ അത് കാഥോഡ്, ചെറിയ വോൾട്ടേജ് ആരുടെയാണോ അത് ആനോഡ്. അപ്പോൾ എളുപ്പമല്ലോ, രണ്ട് റീഡിങ് കണ്ടപ്പോൾ ഇയാളാണ് വലുത്, അപ്പോൾ ഇയാൾ കാഥോഡ്, ഇയാൾ തന്നെ ആനോഡ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വാല്യൂ കൊടുത്തു, പ്രോസസ് ചെയ്ത് അവസാനം വന്നപ്പോൾ ഒരു റീഡിങ് കിട്ടി 3.17 വോൾട്ട്. അപ്പോൾ E0 സെൽ ഓക്കെ.
പിന്നെ ഇതൊരു നമ്പറാണ്, ഒന്നും ചെയ്യാനില്ല. ഇവിടെ n ആണ്. n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ ഉടനെ ഇക്വേഷനിൽ പോയി, ഈ കിടക്കുന്ന ഇക്വേഷനിൽ പോയി. ആ ഇക്വേഷനിലെ കൈമാറ്റം ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഇക്വേഷനെ മുറിച്ചൊന്ന് പരിശോധിച്ചപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അവിടെ n = 2. പിന്നെ ആകെ ഉള്ളത് ലോഗരിതം കഴിഞ്ഞ് വരുന്ന പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റിൻ്റെയും കോൺസെൻട്രേഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ആരാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി, റിയാക്ടൻ്റ് ആരാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതിയപ്പോൾ ശ്രദ്ധിച്ചാണ് ഈ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സംഖ്യ, ഫ്രണ്ടിൽ വരുന്ന സംഖ്യ മേളിൽ പവറായിട്ടാണ് എഴുതുന്നത്. പിന്നെ ചാർജ് ഇല്ലാത്ത ആൾക്കാർ രണ്ടുപേരുണ്ട്, AG ഉണ്ട് MG ഉണ്ട്. ചാർജ് ഇല്ലാത്ത ആൾക്കാരുടെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പോൾ ഈ റീഡിങ് 1 ആയി പോകും. 1 സ്ക്വയർ 1 ആണ്. അവിടെ വലിയ പ്രയോജനമൊന്നുമില്ല. 1 സ്ക്വയർ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ഇത് രണ്ടും പോകും. ബാക്കി ഈ 2 ആൾക്കാരെ എഴുതി, അവരുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇത്രയും സാധനം, ഈ ബോക്സിൽ കിടക്കുന്ന സാധനം സെപ്പറേറ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തപ്പോൾ ഈ ആൻസർ കിട്ടി. അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തി. ഓക്കെ, മനസ്സിലായോ? ഇത്രയും മനസ്സിലാകാൻ നോക്കി. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോപ്പർ അയോഡിൻ്റെ ഒരു സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഒരു നെൻ സ്റ്റിക്കേഷൻ്റെ ഒരു കംപ്ലീറ്റ് സെൽ പൊട്ടൻഷ്യലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ബോർഡിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഹോംവർക്കായിട്ട് ചെയ്യുക. കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദി ഫോളോയിങ് സെൽ അറ്റ് 298 Kelvin. സെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2Cr + 3Fe2 + gives 2Cr 3 + 3Fe. കോൺസെൻട്രേഷൻ എല്ലാം അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. E0 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇക്വേഷൻ എഴുതിയിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, താങ്ക് യു.